സിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെയാണെങ്കിൽ ഒരു കുർത്തിയുടെ നമ്മൾ നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം പഠിച്ചായിരുന്നു. അതേപോലെ നമ്മളിന്ന് അടുത്ത ചെയ്യാനുള്ളത് ആ കുർത്തിയുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ്. അപ്പം ഇതിനകത്തിൽ എങ്ങനെ പെർഫെക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇത്. ബാക്ക് പാർട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു റൗണ്ട് നെക്കാണ്. ഫ്രണ്ട് പാർട്ട് അത് ക്യാൻവാസ് വെച്ച് അതും റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസ് ഇങ്ങനെ നിവർത്തി വെക്കുക. ബാക്ക് പാർട്ടിൻ്റെ ക്യാൻവാസ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ക്യാൻവാസ് ഈ ഭാഗത്ത് കൊണ്ടുവെക്കുക. നമുക്ക് ഈ സ്റ്റിച്ചിങ് വന്ന് നമ്മൾ ഈ മടക്ക് വന്ന് ആ ഭാഗത്തോട്ട് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു സ്റ്റിച്ച് വെറുതെ കൊടുക്കാം. 1/2 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നീങ്ങിപ്പോകാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കിൻ്റെ ഈ ക്യാൻവാസ് ഇപ്പുറത്തോട്ട് നമ്മൾ അതേ രീതിയിൽ ഇതിൻ്റെ മേലെ ഒന്ന് മടക്കിയിട്ട് 1/2 ഇഞ്ചിൽ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്കിതൊന്ന് കാണാം. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ഇങ്ങനെ നിവർത്തി നമ്മൾ മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ ഈ മടങ്ങുന്ന ആ ഭാഗത്തോട്ട് കൊണ്ടുചെന്ന് ആ മടക്ക് ഭാഗം വരുന്ന ആ ഭാഗത്ത് തന്നെ നമ്മുടെ ഫ്രണ്ടും കൂടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആദ്യം ഇതിങ്ങനെ വെച്ച് 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ബാക്കിൻ്റെ ക്യാൻവാസ് ഇങ്ങോട്ടങ്ങ് മടക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഒന്നുകൂടെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണേ. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അങ്ങനെ തിരിച്ചിട്ടപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമുക്കിതിൻ്റെ ബാക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കിൻ്റെ നെക്കിലോട്ട് നമുക്ക് കയറണം. അവിടുന്ന് ഒരു സ്റ്റിച്ച് കൊടുത്ത് ഈ ഭാഗമാണ് ബാക്ക് നെക്ക് കയറിയിട്ട് അവിടെ സൂചി കൊത്തി നിർത്തുക. എന്നിട്ട് നമ്മുടെ ഈ ബാക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ വശത്തെ നെക്കിൻ്റെ അവിടെ കുത്തി ഇറക്കി എന്നിട്ട് ആ സ്ലീവിൻ്റെ ആ ഭാഗത്തോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെളിയിലിറങ്ങണം. നമ്മുടെ 2 ഷോൾഡറും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജോയിൻ ചെയ്തത് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്തു കൂടി വന്നിട്ട് നമ്മൾ ബാക്ക് നെക്കിന് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ ഷോൾഡറിലെത്തുക. അവിടെ നിന്ന് ആ മറ്റേ സ്ലീവിൻ്റെ മറ്റേ ഭാഗത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇറക്കുക. അങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളേ. ഈ വീഡിയോ ഷോൾഡർ എങ്ങനെ കറക്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും നമുക്ക് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം താങ്ക് യു.